ദിസ് ഈസ് മൈ ഹൗസ്. ഇത് എൻ്റെ വീടാണ്. ദിസ് ഹൗസ് ഈസ് മൈൻ. ഈ വീട് എൻ്റേതാണ്. ദാറ്റ് ഈസ് യുവർ റൂം. അത് നിങ്ങളുടെ റൂം ആണ്. ദാറ്റ് റൂം ഈസ് യുവേഴ്സ്. ആ റൂം നിങ്ങളുടേതാണ്. നോക്കൂ, എൻ്റെ, എൻ്റേത്, നിങ്ങളുടെ, നിങ്ങളുടേത്, ഞങ്ങളുടെ, ഞങ്ങളുടേത്, അവരുടെ, അവരുടേത് എന്നൊക്കെ എപ്പോഴും നമുക്ക് സംസാരിക്കേണ്ടി വരാറില്ലേ? ഇത് സ്പോക്കൺ ഇംഗ്ലീഷിൽ മാത്രമല്ല, റിട്ടൺ ഇംഗ്ലീഷിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രയോഗം ആണ്. പക്ഷേ ഇതിൻ്റെ ഉപയോഗത്തിൽ ചിലർക്കെങ്കിലും ചില കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാകും. ആ കൺഫ്യൂഷൻസൊക്കെ നമുക്ക് ഇന്ന് മാറ്റണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആൻഡ് പൊസസീവ് പ്രൊനൗൺസ്. ആദ്യം നമുക്ക് പൊസസീവ് അഡ്ജക്റ്റീവ്സ് നോക്കാം. എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? നാമവിശേഷണം. ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന വാക്കിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് പൊസഷൻ കാണിക്കുന്ന അഡ്ജക്റ്റീവ്സ്, പൊസഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പ് കാണിക്കുന്ന അഡ്ജക്റ്റീവ്. പൊസസീവ് അഡ്ജക്റ്റീവ് വരുന്നത് എപ്പോഴും അത് മോഡിഫൈ ചെയ്യുന്ന നൗണിന് മുന്നിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, മൈ കാർ എന്ന് പറയുമ്പോൾ എൻ്റെ കാർ എന്നല്ലേ? അപ്പോൾ മൈ എന്നുള്ള വാക്കാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. മൈ എന്ന വാക്ക് വരുന്നത് നൗണിന് മുന്നിലാണ്, കാർ എന്ന നൗണിന് മുന്നിൽ. കാർ ആരുടേത് എന്ന് കാണിക്കുന്നതാണ് മൈ എന്ന വാക്ക്. അത് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു, പൊസഷൻ കാണിക്കുന്നു എന്ന് പറയുന്നത്. യുവർ ഹൗസ് എന്ന് പറയുമ്പോൾ യുവർ എന്നുള്ളതാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. നിങ്ങളുടെ വീട്. ആരുടെ വീട്? നിങ്ങളുടെ വീട്. അപ്പോൾ നിങ്ങളുടെ എന്നുള്ളതാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. യുവർ. ദെയർ ബാഗ്സ്. അവരുടെ ബാഗുകൾ. ദെയർ, അവരുടെ എന്നുള്ളതാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. ഹിസ് ക്ലാസ് റൂം. അവൻ്റെ ക്ലാസ് റൂം. അവൻ്റെ ക്ലാസ് റൂം. ആരുടെ ക്ലാസ് റൂം? ഹിസ് ക്ലാസ് റൂം. അവർ ബുക്സ്. അവർ, ഞങ്ങളുടെ ബുക്സ്. അവർ എന്നുള്ളതാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. ഇറ്റ്സ് വിങ്സ്. അതിൻ്റെ ചിറകുകൾ. അതിൻ്റെ. ഇറ്റ്സ് എന്നുള്ളതാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. അപ്പോൾ എപ്പോഴും പൊസസീവ് അഡ്ജക്റ്റീവ് കഴിഞ്ഞാൽ വരുന്നത് നൗൺ ആയിരിക്കും. പൊസസീവ് അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ. മൈ കാർ, യുവർ ഹൗസ്, ദെയർ ഡോഗ് എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കൂ, പൊസസീവ് അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് വരുന്നത് നൗണാണ്. എവിടെയാണ് നമ്മുടെ ക്ലാസ് റൂം? ഞങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. വെർ ഈസ് അവർ ക്ലാസ് റൂം? വി കാൺട്ട് ഫൈൻഡ് ഇറ്റ്. ജെയിൻ, നിന്റെ പേനയാണോ മേശമേൽ ഉള്ളത്? ജെയിൻ, ഈസ് ദാറ്റ് യുവർ പെൻ ഓൺ ദ ടേബിൾ? ക്യാറ്റ് അതിൻ്റെ ഭക്ഷണം എല്ലാം കഴിച്ചോ? ഡിഡ് ദ ക്യാറ്റ് ഈറ്റ് ഓൾ ഓഫ് ഇറ്റ്സ് ഫുഡ്? എൻ്റെ ലാപ്ടോപ്പ് വൈറ്റ് കളറാണ്. മൈ ലാപ്ടോപ്പ് ഈസ് വൈറ്റ്. ഇനി കുറച്ച് സെൻറ്റൻസസ് പറയാം. ബ്ലാങ്ക് സ്പേസിൽ ഏത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് വേണ്ടത് എന്ന് പറയൂ. മരിയ ആൻഡ് ജെയിൻ ലൈക്ക് സ്പേസ് ന്യൂ ടീച്ചർ. അവിടെ ഏത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് വേണ്ടത്? മരിയ ആൻഡ് ജെയിൻ ലൈക്ക് ദെയർ ന്യൂ ടീച്ചർ. അവരുടെ പുതിയ ടീച്ചർ എന്ന മീനിങ് ആണ് അവിടെ. മരിയം ആൻഡ് ജെയിൻ അവരുടെ പുതിയ ടീച്ചറെ ഇഷ്ടപ്പെടുന്നു. നെക്സ്റ്റ് വൺ, ഐ തിങ്ക് ദിസ് ഈസ് സ്പേസ് ബുക്ക്. ഷീ ഡ്രോപ്ഡ് ഇറ്റ് ഓൺ ദ ഫ്ലോർ. എനിക്ക് തോന്നുന്നത് ഇത് അവളുടെ ബുക്ക് ആണെന്നാണ്. അവൾ അത് നിലത്തിട്ടു. ഐ തിങ്ക് ദിസ് ഈസ് ഹെർ ബുക്ക്. നോക്കൂ, ഹെർ എന്ന പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് അവിടെ വേണ്ടത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് പൊസസീവ് പ്രോനൗൺസ് ആണ്. പ്രോനൗൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പ്രോനൗൺ ഉപയോഗിക്കുന്നത് നൗണിന് പകരമാണ്, നൗണിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ പൊസസീവ് പ്രോനൗണും അങ്ങനെ തന്നെയാണ്. നൗണിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് പൊസസീവ് പ്രോനൗൺ വരുന്നത്. പൊസഷൻ കാണിക്കുന്ന പ്രോനൗണാണ് പൊസസീവ് പ്രോനൗൺ. ഓണർഷിപ്പ് കാണിക്കുന്നതാണ് പൊസസീവ് പ്രോനൗൺ. ദിസ് കാർ ഈസ് മൈൻ. ഈ കാറ് എൻ്റേതാണ്. ഇവിടെ എൻ്റേതാണ് എന്ന് കാണിക്കുന്ന വേർഡാണ് മൈൻ. അതാണ് പൊസസീവ് പ്രോനൗൺ. ദാറ്റ് റൂം ഈസ് യുവേഴ്സ്. ആ റൂം നിങ്ങളുടേതാണ്. യുവേഴ്സ് എന്നുള്ളതാണ് അവിടെ പൊസസീവ് പ്രോനൗൺ.
ഇവിടെ പൊസസീവ് അഡ്ജക്റ്റീവ് ആണെങ്കിൽ ദിസ് ഈസ് മൈ കാർ എന്നാണ് പറയുന്നത്, മൈ കാർ. പക്ഷേ ഇവിടെ പൊസസീവ് പ്രോനൗൺ ആകുമ്പോൾ ദിസ് കാർ ഈസ് മൈൻ എന്നായി. നോക്കൂ, മൈൻ എന്ന വേർഡ് പൊസസീവ് പ്രോനൗൺ കഴിഞ്ഞിട്ട് അത് ഒരു നൗൺ വരില്ല. കാരണം നൗണിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് പൊസസീവ് പ്രോനൗൺ വരുന്നത്. ദിസ് കാർ ഈസ് യുവേഴ്സ്, നിങ്ങളുടേതാണ്. ദിസ് കാർ ഈസ് മൈൻ, ഈ കാർ എൻ്റേതാണ്. ദിസ് കാർ ഈസ് അവേഴ്സ്, ഈ കാർ ഞങ്ങളുടേതാണ്. ദിസ് കാർ ഈസ് ദെയേഴ്സ്, ഈ കാർ അവരുടേതാണ്. ദിസ് കാർ ഈസ് ഹിസ്, ഈ കാർ അവൻ്റേതാണ്. ദിസ് കാർ ഈസ് ഹേഴ്സ്, ഈ കാർ അവളുടേതാണ്. അപ്പോൾ ഇതുപോലെയാണ് പൊസസീവ് പ്രോനൗൺ ഉപയോഗിക്കുന്നത്. യുവേഴ്സ്, അവേഴ്സ്, ഹിസ്, ഹേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു അപ്പോസ്ട്രഫിയുടെ ആവശ്യം ഇല്ല. പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, ആ വേർഡ് കഴിഞ്ഞിട്ട് പൊസസീവ് പ്രോനൗൺ കഴിഞ്ഞിട്ട് ഒരു നൗൺ വരില്ല. ഈ ബാഗ് എൻ്റേതാണ്, നിങ്ങളുടേതല്ല. ദിസ് ബാഗ് ഈസ് മൈൻ നോട്ട് യുവേഴ്സ്. ഈ ബാഗ് നിങ്ങളുടേതാണ്, എൻ്റേതല്ല. ദിസ് ബാഗ് ഈസ് യുവേഴ്സ് നോട്ട് മൈൻ. അത് അവൻ്റേതാണ്, എൻ്റേതല്ല. ഇറ്റ് ഈസ് ഹിസ് നോട്ട് മൈൻ. ഇത് അവരുടേതാണ്, നമ്മുടേതല്ല. ദിസ് ഈസ് ദെയേഴ്സ് നോട്ട് അവേഴ്സ്. ആ ബ്ലാക്ക് ലാപ്ടോപ്പ് അവളുടേതാണ്, അവൻ്റേതല്ല. ദ ബ്ലാക്ക് ലാപ്ടോപ്പ് ഈസ് ഹേഴ്സ് നോട്ട് ഹിസ്. പൊസസീവ് അഡ്ജക്റ്റീവ് എന്താണ്, പൊസസീവ് പ്രോനൗൺ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പൊസസീവ് അഡ്ജക്റ്റീവ് ആൻഡ് പൊസസീവ് പ്രോനൗൺ ഒരു സെൻറ്റൻസിൽ തന്നെ വരുന്നത് ഒന്ന് നോക്കാം. ശ്രദ്ധിക്കൂ. എൻ്റെ ഡ്രസ് വൈറ്റും അവളുടേത് പിങ്കും ആണ്. മൈ ഡ്രസ് ഈസ് വൈറ്റ് ആൻഡ് ഹേഴ്സ് ഈസ് പിങ്ക്. ഇവിടെ ഹേഴ്സ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പൊസസീവ് പ്രോനൗൺ ആണ്. ഹെർ ഡ്രസ് എന്ന വാക്കിനെയാണ് നമ്മളവിടെ റീപ്ലേസ് ചെയ്യുന്നത്. മൈ ഡ്രസ് ഈസ് വൈറ്റ് ആൻഡ് ഹെർ ഡ്രസ് ഈസ് പിങ്ക് എന്നാണ് പൊസസീവ് അഡ്ജക്റ്റീവ് ആണെങ്കിൽ ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഹെർ ഡ്രസ് എന്നതിനെ മാറ്റി ഹേഴ്സ് എന്നാക്കി. അവളുടേത് എന്ന മീനിങ് വന്നു. അവൻ്റെ ബാഗ് ഗ്രീനും എൻ്റേത് റെഡും ആണ്. ഹിസ് ബാഗ് ഈസ് ഗ്രീൻ ആൻഡ് മൈൻ ഈസ് റെഡ്. അവൻ്റെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നു, അവളുടേത് വർക്ക് ചെയ്യുന്നില്ല. ഹിസ് കമ്പ്യൂട്ടർ വർക്ക്സ് ആൻഡ് ഹേഴ്സ് ഡസൻറ്റ് വർക്ക്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹിസ് എന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്, അതുപോലെ തന്നെ പൊസസീവ് പ്രോനൗണും ആണ്. ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. ദിസ് ഈസ് ഹിസ് കാർ ബട്ട് ദാറ്റ് ഹൗസ് ഈസ് നോട്ട് ഹിസ്. ഇത് അവൻ്റെ കാറാണ്, പക്ഷേ ആ വീട് അവൻ്റേതല്ല. ഇവിടെ ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന ഹിസ് കാർ എന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ദാറ്റ് ഹൗസ് ഈസ് നോട്ട് ഹിസ്, അവിടെ ഹിസ് എന്നത് പൊസസീവ് പ്രോനൗൺ ആണ്. അതുപോലെ തന്നെ ഇറ്റ്സ് എന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആയിട്ടും പൊസസീവ് പ്രോനൗൺ ആയിട്ടും ഉപയോഗിക്കാം. നോക്കൂ ഈ എക്സാമ്പിൾ. ദീസ് ആർ ഇറ്റ്സ് വിങ്സ് ബട്ട് ദ ടെയിൽ ഈസ് നോട്ട് ഇറ്റ്സ്. ഇവ അതിൻ്റെ ചിറകുകളാണ്, പക്ഷേ ടെയിൽ അതിൻ്റേതല്ല. ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന ഇറ്റ്സ് വിങ്സ് എന്ന് പറയുന്നിടത്ത് ഇറ്റ്സ് എന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്, പക്ഷേ ദ ടെയിൽ ഈസ് നോട്ട് ഇറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എന്നത് പൊസസീവ് പ്രോനൗൺ ആണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൊസസീവ് അഡ്ജക്റ്റീവ് കഴിഞ്ഞാൽ വരുന്നത് ഒരു നൗൺ ആയിരിക്കും. പക്ഷേ പൊസസീവ് പ്രോനൗൺ ആണെങ്കിൽ അത് ഒറ്റയ്ക്കാണ് വരുന്നത്. പൊസസീവ് പ്രോനൗൺ ആണെങ്കിൽ അത് ഫോളോ ചെയ്തിട്ട് ഒരു നൗൺ ഒരിക്കലും ഉണ്ടാകില്ല. പൊസസീവ് പ്രോനൗൺ ഉപയോഗിക്കുമ്പോൾ ഒരു അപ്പോസ്ട്രഫി ഉപയോഗിക്കേണ്ടതില്ല. ഇനി ഈ ചാർട്ട് ഒന്ന് നോക്കൂ. ഐ എന്ന സബ്ജക്റ്റ് പ്രോനൗൺ, അതിൽ നിന്നാണ് മൈ എന്ന പൊസസീവ് അഡ്ജക്റ്റീവ് ഉണ്ടാകുന്നതും മൈൻ എന്ന പൊസസീവ് പ്രോനൗൺ ഉണ്ടാകുന്നതും. അതുപോലെ യു എന്ന സബ്ജക്റ്റ് പ്രോനൗണിൽ നിന്ന് യുവർ എന്ന പൊസസീവ് അഡ്ജക്റ്റീവ്, അതുപോലെ പൊസസീവ് പ്രോനൗൺ യുവേഴ്സ്. വി സബ്ജക്റ്റ് പ്രോനൗൺ, പൊസസീവ് അഡ്ജക്റ്റീവ് അവർ.
നമ്മുടെ എന്ന മീനിങ് വരും. പൊസസീവ് പ്രോനൗൺ ആകുമ്പോൾ നമ്മുടേത്, അവേഴ്സ്. ഹി ആണ് സബ്ജക്റ്റ് പ്രോനൗൺ എങ്കിൽ പൊസസീവ് അജക്റ്റീവ് ആൻഡ് പൊസസീവ് പ്രോനൗൺ ഹിസ് എന്ന് തന്നെയാണ്. ഷീ ആണ് പ്രോനൗൺ എങ്കിൽ പൊസസീവ് അജക്റ്റീവ് ഹെർ എന്നാണ്, പൊസസീവ് പ്രോനൗൺ ഹേഴ്സ്. ഇറ്റ് ആണ് പ്രോനൗൺ എങ്കിൽ പൊസസീവ് അജക്റ്റീവ് ഇറ്റ്സ്, പൊസസീവ് പ്രോനൗൺ ഇറ്റ്സ് എന്ന് തന്നെയാണ്. ഈ ലെസൺ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു. താങ്ക് യു.